അനുജയ്ക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. അനുജനെ ആലോചിക്കുന്നത് ഞങ്ങൾ ഒരു റൈഡർ ഗേൾ എന്നുള്ള അനുജന്റെ ഹസ്കോറിനെ അതെ 4 വരെ ക്ലാസ് ഉണ്ടെങ്കിൽ 4:30 ശേഷം പിന്നെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ആള് കോയമ്പത്തൂരുണ്ടാവും. അങ്ങനെ നടന്നൊരു പാവം കൊച്ചായിരുന്നു. ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് എല്ലാം സ്പോണ്ടേനിയസ് മാറിയിരിക്കും. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ആദ്യത്തെ കല്യാണമായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെ ആദ്യം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. ഞങ്ങളുടെ മെക്കാനിക്കൽ ആകെയുള്ള ഒരു ബെക്രാണിയായിരുന്നു. പവർഫുൾ ആണ് എന്ന് വെച്ചാൽ ഒരിക്കലും ഡൗൺ ആവില്ല, ഓൺ ആയിരിക്കും. ഞങ്ങൾ ഡൗൺ ആയാലും ഞങ്ങളെ എപ്പോഴും ആക്റ്റീവ് ചെയ്യണത് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ സെലക്ഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഭംഗിയുള്ള ചേച്ചി. താന ചേച്ചി സത്യം പറഞ്ഞാൽ നോലിന്റെ സെയിം ക്വാളിറ്റി തന്നെ. രണ്ടുപേരും ബരാബർ നല്ല മാച്ചാണ്. രണ്ടുപേരും ഇങ്ങോട്ടും അങ്ങോട്ടും നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ആ സെയിം ഫീച്ചർ തന്നെ ആ ചേച്ചിക്കുണ്ട്. വലിയ സന്തോഷം തോന്നി. അവൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും. നോയല് ഇപ്പം തനുവിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്ക് അവനൊരു എന്തും ചെയ്യാനുള്ള ചലഞ്ചിങ് ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതും ധൈര്യവും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ വെറും കപ്പിൾസ് മാത്രമല്ല, നല്ലൊരു ഫ്രണ്ട്സാണ്. പരസ്പരം അവർ രണ്ടുപേരും ഭയങ്കര ഷെയറിങ്. എന്തും സഹിക്കാനുള്ളൊരു മനസ്സ് നോയലിനും ഉണ്ട്, തനുവിനും ഉണ്ട്. അതുകൊണ്ട് അവര് ദൈവമായിട്ട് കൂട്ടിച്ചേർത്തായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന നിമിഷങ്ങളാണ്. പറയണമെന്ന് അറിയാൻ വയ്യ, അതായത് വാക്കുകളില്ല. നല്ല സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയി. അന്ന് ആ മന്ത്രകോടി ഇടുന്ന സമയത്ത് അപ്പം ശരിക്കും ഞങ്ങൾ കണ്ണു നിറഞ്ഞു. ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ഒതുങ്ങിയ ഒരു പ്രകൃതമാണ്. പക്ഷെ മോളാണ് എന്നെ കുറച്ചും കൂടെ ഭയങ്കര എന്താ പറയുക ഒരു ധൈര്യശാലിയാക്കി മാറ്റും. ഒറ്റയ്ക്ക് 2 മണിക്ക് എനിക്ക് ഡ്രൈവ് വേണമെങ്കിൽ എനിക്ക് പോകാനുള്ള ഒരു ഭയങ്കര മെന്റൽ പവർ കിട്ടി. അത് തന്നൂരിൽ നിന്ന് കിട്ടിയതാണ്. വളർത്തിയ ആൺകുട്ടികളെ പോലെ. അതെ, നമുക്കത് ഒരു ആൺകുട്ടി നമ്മുടെ വീട്ടിൽ വേണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ പെൺകുട്ടി ആയിപ്പോയതുകൊണ്ട് അവള് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എന്നെ ബൈക്കിൽ മോനാണെങ്കിൽ എന്നെ ബൈക്കിൽ കൊണ്ട് നടത്തുന്നുണ്ട്. പക്ഷെ അവള് മനസ്സിൽ വെച്ചിട്ട് ബൈക്ക് റൈഡ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് ബൈക്ക് സ്റ്റണ്ട് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞത് മോനായിരുന്നെങ്കിൽ അമ്മയെ കൊണ്ട് നടക്കില്ല, മോളായത് കൊണ്ടല്ലേ ബൈക്കിൽ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞത്. അത് ഞങ്ങളുടെ പ്രൗഡാണ്. എന്ത് പറഞ്ഞത് ദൈവം തമ്മിൽ നല്ലൊരു ഗിഫ്റ്റാണ് ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു നല്ല കലവറയാണ്. ഭയങ്കര ഹാപ്പി. ഞങ്ങൾക്ക് ജനിക്കാതെ പോയൊരു മകനെ കിട്ടിയതിന് തുല്യമാണ്. നോയലിന് ഒത്തിരി ഇഷ്ടമാണ്. സ്വന്തം മകനായിട്ട് തന്നെ, മരുമകനായിട്ടല്ല കാണുന്നത്. അതുപോലെ നോയലും ഞങ്ങളോട് അങ്ങനെ തന്നെയാണ്. ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും നല്ലപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്